വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശനം. ഇസ്രായേൽ ജനം നീണ്ട കാലത്തെ മരുഭൂമി വാസത്തിനു ശേഷം അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ദൈവം പൂർത്തിയാക്കുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ഇവിടെ മോശ മാറി ജോഷുവ പുതിയ നേതാവാകുന്നു. വ്യക്തികളല്ല, ദൈവത്തിൻ്റെതാണ് പദ്ധതി. വാഗ്ദത്ത പേടകമാണ് മുമ്പേ പോകുന്നത് ജോർദാൻ നദി കടക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ ദൈവമാണ് അവർക്ക് ഈ ഭൂമി നൽകുന്നത്. അവർ യുദ്ധം ചെയ്ത് പിടിച്ചടക്കുന്നതല്ല. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ച് അവർ ഗിൽഗാലിൽ ഉടമ്പടി നവീകരിക്കുന്നു. ജെറിക്കോ പട്ടണം കീഴടക്കുന്നു. പതുക്കെ പതുക്കെ കാനാൻ ദേശം മുഴുവൻ കീഴടക്കി ഗോത്രങ്ങൾക്കായി വീതിച്ചു നൽകുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മരുഭൂമിയിൽ അലഞ്ഞു നടന്നിരുന്നവർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ച് സുസ്ഥിരത നേടുന്നു, സുരക്ഷിതത്വം നേടുന്നു, ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം ജോഷുവ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഷെക്കേമിൽ വീണ്ടും ഉടമ്പടി നവീകരിക്കുന്നുണ്ട്. മോശ മോവാബ് സമുദ്രത്തിൽ ചെയ്തതുപോലെ ജീവനും മരണവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ജോഷുവ അവരോട് ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം ആരെ സേവിക്കുമെന്ന്. വാഗ്ദത്ത ഭൂമി ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ അതിന് നിബന്ധനകളുണ്ട്. ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് അവനെ സേവിച്ച് അവൻ്റെ ഭൂമിയിൽ സുസ്ഥിരത നേടണം. ഈ നോമ്പുകാലവും നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ നമുക്കാകുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.